രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചുകൊണ്ട് CPM-ന്റെ കരുത്തുറ്റയായ മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേക്കേറി. പാർട്ടിയിലെ കടുത്ത അവഗണനയാണ് ഐഷ പോറ്റിയെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കൊട്ടാരക്കരയുടെ വികസനത്തിനായി താൻ കൊണ്ടുവന്ന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പോലും തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നവർ പരസ്യമായിട്ട് തുറന്നടിക്കുകയാണ്. താൻ കൊണ്ടുവന്ന 5 കോടി രൂപയുടെ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പോലും ഒരു മുൻ MLA എന്ന നിലയിൽ തനിക്ക് പരിഗണന നൽകിയതേയില്ല. പാർട്ടിയെ വിശ്വസിച്ച തനിക്ക് ലഭിച്ചത് ക്രൂരമായ അവഗണന മാത്രമാണെന്നവർ വേദനയോടെ തുറന്നടിക്കുകയാണ്. പിണറായി വിജയൻ എന്ന സർക്കാരിന്റെ ഏകാധിപത്യപരമായ സമീപനവും ഞാൻ എന്ന ഭാവവും പഴയകാല നേതാക്കളെ പാർട്ടിയിൽ നിന്നും അകറ്റുകയാണ്. സാധാരണക്കാരെയും പാർട്ടി പ്രവർത്തകരെയും കേൾക്കാൻ തയ്യാറാകാത്ത ഈ രീതിക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം. ജനാധിപത്യം നഷ്ടപ്പെട്ട CPM-ൽ ഇനിയും തുടരാനാകില്ല എന്ന് ഉറച്ച നിലപാടിലാണ് അവർ. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ചാനലിലെ അവതാരകൻ അരുൺകുമാറിന് ഐഷ പോറ്റി മറുപടി നൽകുന്നത്. അരുൺകുമാർ തന്നെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ തനിക്ക് ചേരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുറന്നടിക്കുന്നത്. താൻ ആരാണെന്ന് നാട്ടിൽ ചോദിച്ചാൽ അറിയാമെന്നവർ പറയുകയാണ്. കാർ കണ്ടിട്ടില്ലാത്ത ആളല്ല താനെന്നും ബീക്കൺ ലൈറ്റും ആഡംബരവും മോഹിച്ചല്ല രാഷ്ട്രീയം തുടങ്ങിയതെന്നും അവർ പരിഹാസ രൂപേണ ഓർമ്മിപ്പിച്ചു. പിണറായിക്ക് വേണ്ടി വാ തോരാതെ സംസാരിക്കുന്നവർക്ക് ഐഷ പോറ്റി നൽകിയ ഈ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. നമുക്ക് അവരുടെ ആ തകർപ്പൻ മറുപടിയിലേക്ക് പോകാം. റിപ്പോർട്ടർ ചാനലിൽ ഇവിടെ ഉണ്ടെങ്കിൽ അരുൺകുമാർ പറഞ്ഞത് അദ്ദേഹം വേറെ ആരുടെയെങ്കിലും കാര്യമാണ്, അല്ലാതെ ഐഷ പോറ്റിയെ അംശം പോലും ബന്ധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് അദ്ദേഹം ഒന്ന് നാട്ടിൽ അന്വേഷിച്ചാൽ മനസ്സിലാകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബീക്കൺ ലൈറ്റോ ഒന്നും ഇട്ടുകൊണ്ട് പോകുക എന്നുള്ളതല്ല. കാറ് കണ്ടിട്ടില്ലാത്ത ആളല്ല ഞാൻ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ചോ ഒന്നും പറയല്ല. എന്നെ ഒട്ടും അറിയാത്തതുകൊണ്ടാണ് ആരൊക്കെയോ പറഞ്ഞു കേൾക്കുന്ന എന്നെ മനസ്സിലാക്കിയില്ല. എൻ്റെ പാർട്ടി എന്നുള്ളൊരു സങ്കടമോ എൻ്റെ പഴയ പാർട്ടി എന്നെ ഒട്ടും മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ചെറിയ വിഷമം കൂടെ എനിക്കുണ്ട്. ഞാൻ ആരാണെന്ന് ഒട്ടും മനസ്സിലാക്കിയില്ല. ഇല്ലെങ്കിൽ ഞാൻ മാറിയിട്ട് ഞാൻ എന്നും എല്ലാ കാര്യത്തിനും ഓടിക്കൊണ്ടിരുന്നാൽ എന്ത് കാരണം കൊണ്ടാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല, അതിന് രേഖയില്ല, സത്യമാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റും. ഞാൻ ഈ നേതാക്കളോടെല്ലാം പറഞ്ഞു എനിക്ക് പറ്റാത്ത എന്ത് പ്രശ്നമാണെന്ന്. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അതൊന്നും തോന്നരുത് കേട്ടോ. എല്ലാവരും മൂത്ത സഹോദരി പോയെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. മൂത്ത സഹോദരി അങ്ങോട്ട് ഇറങ്ങിയ അനിയനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഹൈമാസ് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം 5 കോടിയുടെ ഞാൻ MLA ആയിരുന്നപ്പോൾ വെച്ച നിരവധി ഫണ്ടുകൾ, അതിൻ്റെ ഒരു തറക്കല്ലിടലിന് ഈ ഐഷ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. അറിയാൻ വയ്യാത്തവരല്ലല്ലോ ആരും. ഞാനൊന്നും വലിയ ആളൊന്നുമല്ല, പക്ഷേ അറിയാം. എനിക്കാണെങ്കിൽ പറ്റുമോ? ബാലകൃഷ്ണപിള്ള സാറിനെ വിളിക്കാത്ത പരിപാടി അവിടെ ഉണ്ടായിരുന്നോ? എഴുകോൺ നാരായണൻ അദ്ദേഹത്തെ വിളിക്കാത്ത പരിപാടി ആ ഭാഗത്തുണ്ടായിരുന്നോ? രാഘവൻ അദ്ദേഹത്തെ വിളിക്കാത്ത ഒരു പരിപാടി നിങ്ങൾ നോക്കുന്നേ. ആ കല്ലിലൊക്കെ പേര് എഴുതി. എനിക്ക് അധിക്ഷേപിച്ച് പറയുന്നതിന് ഒരു വിരോധവും ഇല്ല. കാരണം ഒരാൾ ഇത്രയും നാൾ ഇരുന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല. പക്ഷെ അത് താനേ പുറത്തേക്ക് കഴിഞ്ഞ വർഷം തന്നെ പത്രങ്ങളിൽ കൂടെയൊക്കെ ചില കാര്യങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. അത് ഇങ്ങനെ പഴയ ഇരുന്ന പാർട്ടിയെ ഒരിക്കലും കുറ്റം പറയാൻ എനിക്കിഷ്ടമല്ല. ഒരുപാട് പ്രവർത്തകരുടെ എൻ്റെ സഖാക്കളുടെ എല്ലാം ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വില മതിക്കുന്നു. അവരോടൊക്കെ എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. ആ പാർട്ടി എനിക്ക് പല അവസരങ്ങൾ തന്നു. ജനങ്ങൾ ജയിപ്പിച്ചുകൊണ്ട് ജയിച്ചു. കഠിനമായി ജോലി ചെയ്തുകൊണ്ട് വീണ്ടും ജയിപ്പിച്ചു, അവസരം തന്നു. അടുത്ത ആളിന് വേണ്ടി നല്ല പോലെ പ്രവർത്തിച്ചു, അദ്ദേഹവും ജയിച്ചു. അതിൽ ഇനി എന്നെ എത്ര ആക്ഷേപം പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ ഒരു വേണ്ട കുറ്റമേ ഞാൻ പറയാനില്ല. എനിക്ക് ആ പാർട്ടിയിലുള്ള ഒരാളോടും കുറവില്ല, ദേഷ്യമില്ല. പക്ഷേ എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു സ്പേസ് ഞാൻ അവിടെ വേണ്ട ആളല്ല എന്ന് എനിക്ക് നന്നായി ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ദീർഘനാളത്തെ എല്ലാവരുടെയും ഒരു എന്നോട് പല ആൾക്കാരും ഒപ്പം വരണം, ഓഫീസിലേക്ക് ഒതുങ്ങരുത്, പൊതുപ്രവർത്തകയായിട്ട് പൊതുജനങ്ങളോടൊപ്പം വേണമെന്ന് എത്രയോ പേര് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുത്ത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ ചെറിയ കള്ളം വരെ പറയേണ്ടി വന്നു.
ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നത്. കാലിൻ്റെ ഒരു പ്രശ്നം പറ്റിയത് ബാലഗോപാൽ സാവിൻ്റെ ഇലക്ഷന് പോയപ്പം സ്ലിപ്പ് ചെയ്തിട്ട് ആ സിവിൽ സ്റ്റേഷനിൽ പറ്റിയതാണ്. 2021 മാർച്ച് 20-21 ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു പരിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം, അതൊക്കെ മാറിയിരുന്നു. പക്ഷേ മാനസികമായിട്ട് എന്നിട്ടും ഞാൻ 2.5 വർഷവും, നിങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, പാർട്ടിയുടെ സമ്മേളനത്തിനും എല്ലാ പൊതുപരിപാടിയിലും ഓടി നടന്നുകൊണ്ടിരുന്ന 2.5 വർഷത്തിലധികം. ഇപ്പോൾ ഒരു കുറച്ച് 2023 മാർച്ച് 15 ശേഷമാണ് ഞാൻ തീർത്തും എൻ്റെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കാനും പറഞ്ഞു. ഞാൻ ആവശ്യമുള്ള ഒരാളല്ലെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് കുറ്റം പറയാൻ ഇഷ്ടമില്ല, കാരണം ഒരുപാട് പേരുടെ ത്യാഗത്തോടെയുള്ള സഹായം എനിക്കുള്ളതാണ്, പാർട്ടി സഖാക്കളുടെ, പ്രവർത്തകരുടെ. എനിക്ക് ഒരിക്കലും അവരോട് ആരോടും ദേഷ്യമില്ല. പക്ഷേ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ എനിക്കൊരു സ്പേസ് ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് എന്ത് തന്നെന്ന് പറഞ്ഞാലും തന്നില്ലെന്ന് ഞാൻ പറയത്തേ ഇല്ല. പക്ഷേ ആ തന്ന ജോലി 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെയ്യാവുന്നതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ അക്കമിട്ട് എനിക്കറിയാൻ പറ്റുമോ? വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതെന്താണെന്ന് നിങ്ങളൊക്കെ നോക്കി, എനിക്കറിഞ്ഞൂടെ എൻ്റെ ഭാവി എന്തോന്നാണ്. ഞാൻ ഈ പാർട്ടിയിൽ നിന്നാലേ ഭാവിയുള്ളൂ എന്നാണെങ്കിൽ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു എന്ന് ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ നേതാക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു പരിഹരിക്കേണ്ടെന്ന് തോന്നിയിട്ടാണോ എനിക്കറിയില്ല. എന്തായാലും അതിനൊരു അഡ്രസ്സ് വന്നില്ല, എനിക്കതിൽ പരാതിയില്ല. ഞാൻ ജനങ്ങൾക്കറിയാം, ഓരോ ജനത്തിനും അറിയാം ആയിഷ പോറ്റി അവസരവാദിയാണോ, സ്ഥാനമോഹിയാണോ. പക്ഷെ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് കംഫർട്ടബിളായിട്ടുണ്ടെങ്കിൽ അവിടെ ജനങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല.